ആകാശദൂത് ഇത്രയും കഠിനഹൃദയക്കാരായ ആൾക്കാരെയും കരയില്ല എന്ന് വാശി പിടിക്കുന്നവരെയും ഏങ്ങലടിപ്പിച്ച്, പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണ് നിറയുക എന്നുള്ളതല്ല, ഏങ്ങലടിപ്പിച്ചുകൊണ്ട് കരയിക്കുന്ന ഒരു സിനിമ. ഇങ്ങനെ ഒരു കഥ എഴുതുവാനായിട്ട് ഒരു കലാകാരന് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ലോഹിതാദാസിൻ്റെ കഥ. ആ കഥയുടെ തീവ്രതയെ അത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായിട്ട് ആൾക്കാരെ വെച്ച് അഭിനയിപ്പിച്ച് ആ സിനിമ വെള്ളിത്തിരയിലേക്ക് എത്തിച്ച സിബി മലയിലിൻ്റെ കഴിവ്. പ്രേക്ഷകരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു തൂവാല തരുന്നു ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പരസ്യവാചകം തന്നെ ആ സിനിമയ്ക്കുണ്ടായിരുന്നു. അത് അർത്ഥപൂർണ്ണമാകുന്നതായിരുന്നു ലോഹിതദാസിൻ്റെയും സിബി മലയിലിൻ്റെയും കഴിവ്. തുടക്ക സമയത്ത് ഈ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ആളില്ലായിരുന്നു, പക്ഷേ തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തി ആൾക്കാർ കയറുന്നതാണ് പിന്നീട് കണ്ടത്. ആ മൂവിയുടെ കഥ എല്ലാവർക്കും അറിയാം. കള്ളുകുടിയനായ മുരളിക്ക് കള്ളുകുടിയിൽ നിന്ന് മാറുവാനേ കഴിയുന്നില്ല. ആ സമയത്ത് രോഗം ബാധിക്കുന്ന മാധവി, അതിനുശേഷം മരണപ്പെട്ടു പോകുന്ന മുരളി, പിന്നീട് അവരുടെ കുട്ടികളെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നതാണ് ആ സിനിമയുടെ കഥ. സിനിമയുടെ ആദ്യ ഭാഗങ്ങൾ കാണുമ്പോൾ ഇത് കരയുവാനായിട്ടുള്ള സിനിമയാണോ, ഇത് വളരെയധികം ചിരിക്കുന്ന സിനിമയാണല്ലോ, കരയുവാനായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞ സിനിമ എന്താണിങ്ങനെ ജഗതിയും മറ്റു കലാകാരന്മാരും കൂടെ കാണിക്കുന്ന തമാശയിലൂടെ തുടങ്ങുന്ന സിനിമ പിന്നീട് മുരളിയുടെ മരണത്തോടുകൂടി കഥയുടെ ഗതി മാറുകയാണ്. അതിനൊത്ത ബീജിയം, പശ്ചാത്തല സംഗീതം, പാട്ടുകൾ. ആ സിനിമ കണ്ടിറങ്ങിയാലും ഒരാൾക്കും ആ സിനിമയുടെ ആ കഥയിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്ത വിധം ഒരു അവസ്ഥ. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും ഈ സിനിമ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഈ സിനിമ കാണുവാനായിട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ. മുരളിയുടെയും മാധവിയുടെയും പ്രത്യേകിച്ച് ആ കുട്ടികളുടെയും വളരെയധികം അഭിനയ മുഹൂർത്തങ്ങളെ സിബി മലയിൽ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഓരോ കുട്ടികളെയും കൈമാറുന്നിടത്താണ് ആ സിനിമയുടെ തീവ്ര രംഗങ്ങൾ അതിശക്തമാകുന്നത്. സ്ത്രീകളും കുട്ടികളും മാത്രമല്ല, പുരുഷന്മാർ വരെ അവരുടെ ആ വിയോഗത്തിൽ അല്ലെങ്കിൽ അവരെ കൈമാറുന്ന സമയത്ത് കണ്ണീരൊലിപ്പിക്കുന്നതായിട്ട് തിയേറ്ററിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ഒരു എഴുത്തുകാരൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്. ഓരോ കുട്ടികളെയും കൈമാറുന്നു, ആ പെൺകുട്ടിയെയും കൈമാറുന്നു. അതിനുശേഷം വികലാംഗനായ ആ കുട്ടിയെ ഏറ്റെടുക്കുവാനായിട്ട് ആരുമില്ല, അമ്മയോടൊപ്പം അവൻ മാത്രം. അത് പ്രേക്ഷകരെ തെല്ലൊന്നുമല്ല ഉള്ളുലയ്ക്കുന്നത്. ഓരോ കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ ഇവനെ മാത്രം ആരും കൊണ്ടുപോകാതിരിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം വിഷമത്തിലേക്ക് എത്തിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവനെ കൈമാറുന്ന സമയത്ത് അതുപോലെ തന്നെ വികലാംഗനായ ഇവനെ കൈമാറുന്ന സമയത്ത് വളരെ തീവ്രമായ രംഗത്തോടു കൂടിയാണ് ആ സിനിമയുടെ അവസാനം സംഭവിക്കുന്നത്. ആ ഒരു കൈമാറ്റം ആകാശദൂതിനെ തീവ്രതയിലെത്തിക്കുന്നു.